ഒരാഴ്ചക്കധികമായി മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ വന്ന വാർത്തകൾ, ചില വാർത്തകൾ ബോധപൂർവം തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് മുഖ്യമന്ത്രിയോട് തന്നെ ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് അത് തന്റെ അറിവോടുകൂടിയല്ല, താൻ അങ്ങനെ ഔദ്യോഗികമായി പരാതിയൊന്നും കൊടുത്തിട്ടില്ല, അല്ലാതെ തന്നെ മെറ്റയുടെ സംവിധാനം അനുസരിച്ച് മാറ്റുന്നതായ താനും പരാതി കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ ഇപ്പോ അത് ഔദ്യോഗികമായി തന്നെ ചാനലുകൾക്ക് വിശദീകരണം ലഭിച്ചിട്ടുണ്ട്. ഇത് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മെറ്റ മാറ്റിയതാണ്. മുഖ്യമന്ത്രി പറഞ്ഞത് വസ്തുതാവിരുദ്ധമാണ് എന്നതാണ് രേഖകൾ പുറത്തുവരുന്നത്. നമുക്ക് നോക്കാം, നമുക്ക് എല്ലാവർക്കും പരിശോധിക്കാലോ. സതീശൻ മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ നമ്മൾ നാടിന്റെ മുമ്പിലുണ്ടല്ലോ, മാധ്യമ പ്രവർത്തകരുടെ മുമ്പിലുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പത്രങ്ങളിലൊക്കെ അടിച്ചു വന്നിട്ടുണ്ടല്ലോ, ചാനലുകളിലെല്ലാം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടല്ലോ. അതെല്ലാം വെച്ച് നമുക്ക് പരിശോധിക്കാം. അതിൽ വസ്തുതാവിരുദ്ധമായിട്ടുണ്ടെങ്കിൽ അത് നിഷേധിക്കണം. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയാൻ പാടില്ല, ആരെ പറ്റിയാലും പറയാൻ പാടില്ല. നമുക്ക് പരിശോധിക്കാം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. വേറെന്തുണ്ടോ? അല്ലല്ല, എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ NCP-യിൽ അവര് സംഘടനാപരമായ ചില പ്രശ്നങ്ങളുണ്ട് അവരുടെ ഇടയിൽ. NCP ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ദീർഘകാലമായി ഉറച്ചു നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. പ്രത്യേകിച്ച് AK ശശിന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ NCP ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിന്ന് അതിന്റെ ഈ മുന്നണിയുടെ ആരംഭഘട്ടം മുതൽ തന്നെ പ്രവർത്തിക്കുന്ന ആ പാർട്ടിക്കാർ ചില പ്രശ്നങ്ങൾ അത് അവർ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോ അവരെ ഒഴിവാക്കിക്കൊണ്ട് NCP-യുടെ ഒരു പുതിയ നേതൃത്വം അവിടെ വന്നു. അവരാണ് NCP-യെ പ്രതിനിധീകരിക്കുക. ഈ പ്രശ്നവും LDF-ന്റെ മുമ്പിലാണ്. അപ്പൊ ഞങ്ങളെടുത്തൊരു നിലപാട്, കഴിഞ്ഞ കാലത്തെ ഞങ്ങളുടെ പ്രസിഡന്റും ഇപ്പോഴത്തെ അവസ്ഥയും ഇതെല്ലാം വെച്ചുകൊണ്ട് രണ്ട് വിഭാഗം, ഇതിൽ വേറെയും ചില കോമ്പിനേഷന് വേണ്ടിക്കൊണ്ടുള്ള ശ്രമം നടക്കുന്നുണ്ട് കേരളത്തിൽ. ലയനങ്ങൾക്ക് വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട് മറ്റു പാർട്ടികൾ. അതൊക്കെ നടന്നോട്ടെ, അതൊക്കെ സ്വാഭാവികമല്ലേ. അപ്പൊ എണ്ണം കുറയ്ക്കുന്നത് നല്ലതാണ്, പാർട്ടികളുടെ എണ്ണം കുറച്ചുകൊണ്ടുവരുന്നത് നല്ലതാണ്. അപ്പൊ അതിനൊക്കെ സഹായകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇവരുടെ ഭിന്നിപ്പിനെ ഭിന്നിച്ച് അകറ്റുന്നു പോവുക എന്നുള്ളതല്ല, ഭിന്നിപ്പ് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള അതിന് സഹായകരമായ നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മറ്റു പാർട്ടികൾ പൊതുവെ ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ ഒരു പരസ്പര ആലോചനയുടെ ഭാഗമായിട്ടാണ് ഇവരെല്ലാവരെയും ഇടതുപക്ഷ ജനാധിപത്യയുടെ ഭാഗമായി നിലനിർത്തി പോകാം എന്ന നിലപാട് സ്വീകരിച്ചത്. അതും ഞങ്ങൾ പരിശോധനയിലുണ്ട്, നിങ്ങൾ വിഷമിക്കണ്ട. നമുക്കതും വളരെ വേഗത്തിൽ ആ പ്രശ്നവും നമ്മൾ പരിഹരിക്കപ്പെടും. അത് ചില ആലോചനകൾ അതിനകത്ത് നടക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ കുറവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ച് നമുക്ക് പരിഹരിക്കാം. നിങ്ങൾ തന്നെ പോകാൻ വേറെന്തുണ്ടോ? സ്വീത്തെ നമ്മൾ അവസാനിപ്പിക്കല്ലേ? അല്ല, അത് ഞങ്ങൾ ഇന്ന് ചർച്ചയ്ക്ക് വിഷയമായൊരു വിഷയമല്ല, ചർച്ചയ്ക്ക് വിഷയമാക്കിയിട്ടില്ല. ആര്? അത് നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ടുണ്ട്? അതിന് എന്താ ബുദ്ധിമുട്ട്? അല്ല, അതിന് എന്താ നിങ്ങൾക്ക് ബുദ്ധിമുട്ടെന്താ? നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ അതിനെന്താ പ്രശ്നമോ? എന്തിനാണത്? അങ്ങനെ ചെയ്തോളണമെന്നുണ്ട്, അങ്ങനെ ചെയ്തോളണം വേണ്ടെങ്കിലും വ്യവസ്ഥ എങ്ങാനുണ്ടോ? ഇത് പേഴ്സണലായിട്ട് എടുക്കണേ, പേഴ്സണലായിട്ട് എടുക്കണത്. ഞാൻ പേഴ്സണലായിട്ടാ പറഞ്ഞത്. ഞാൻ പിൻവലിച്ച് നോക്കട്ടെ, അങ്ങനെയാണെന്ന് നോക്കിയോ. ഞാനല്ലല്ലോ മറുപടി പറയണ്ടേ, അത് CPI അല്ലേ പറയണ്ടേ. നിങ്ങൾ CPI-ക്കാരോട് ചോദിച്ചോ. ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ എന്നുള്ള നിലയിൽ ഇന്ന് മുന്നണി യോഗത്തിൽ അത്തരം വിഷയങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ അപ്പുറത്തുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണമെന്നുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട പാർട്ടിയോട് നിങ്ങൾ തന്നെ നേരിട്ട് ചോദിച്ചോ. അതേന്ന് ആയിക്കോട്ടെ, അവർക്ക് ഉന്നയിക്കുന്ന ഒരു പാർട്ടിയല്ലേ, അവർ ഉന്നയിച്ചോട്ടെ. അതിനെന്താ, അതാ ഞാൻ ചോദിച്ചത്.
പാർലമെന്ററി പാർട്ടി എന്താന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. എന്തെന്നാ എന്തിനാ ഒരു യോഗത്തിൽ ഒരാൾ ഒരു മുന്നണിയോ ഒരു പാർട്ടിയോ പങ്കെടുത്തില്ലെങ്കിൽ ആ പാർലമെന്ററി പ്രവർത്തനത്തിന് എങ്ങനെയാ അത് ബാധിക്കുക? നിങ്ങൾ നോക്ക്, നിങ്ങൾ അവിടെ പാർലമെന്ററി പ്രവർത്തനത്തിന്റെ ഭാഗമായി അവിടെ ഭരണപക്ഷത്ത് വരുന്ന ആളുകളെ പ്രതിഷേധിക്കുന്നതിന് വേണ്ടിയുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ ഏതെങ്കിലും പാർട്ടി അവിടെ നിന്ന് വിട്ടുനിന്നിട്ടുണ്ടോ? 3 പാർട്ടികളുടെ പ്രതിപക്ഷത്ത് CPM, CPI, RJD. ആ പാർട്ടികളെല്ലാം ഒന്നിച്ചു നിന്നില്ലേ? അതെല്ലാം അന്നേരം അതല്ലാന്ന് പറയേണ്ടി. ആയിക്കോട്ടെ. ഞാൻ പറയട്ടെ, ഇങ്ങനെ ദേഷ്യം പിടിച്ച് എന്നോട് പറയുന്നതിന് എന്തിനാ? എനിക്കതിൽ കൂടുതലൊന്നും പറയാനില്ല. തീർന്നല്ല വിഷയം. അതാട്ടെ, എനിക്കതിൽ കൂടുതലൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞത് ഇന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗത്തിൽ ഈ പ്രതിപക്ഷ ഉപനേതൃ സ്ഥാനത്തെ പ്രശ്നിച്ച് ഇവിടെ ചർച്ച നടത്തിയിട്ടില്ല. ആ ചർച്ച നടത്താത്ത കാര്യത്തെ സംബന്ധിച്ച് ഞാൻ മറുപടി പറയണം. നിങ്ങൾ വാശി പിടിച്ചു കഴിഞ്ഞാൽ എനിക്കെങ്ങനെ മറുപടി പറയാൻ കഴിയാ? അതേന്ന് പ്രശ്നം പരിഹരിക്കേണ്ടത് ഞങ്ങളിത് പരിശോധിക്കട്ടെ, എന്നിട്ട് പരിശോധിക്കാം. അല്ല, ഏത് പ്രതിപക്ഷത്തിന്റെ? കേരളത്തിലെ പ്രതിപക്ഷം എന്താ ചെയ്യേണ്ടത്? ചെയ്യുന്നത് ഞങ്ങൾക്ക് ആ പോലെ ചെയ്യുന്നുണ്ട്. അത്രയേ ഉള്ളൂ. നിങ്ങൾ ഇങ്ങനെ എന്നെ ചോദ്യം ചെയ്യുന്നതിന്റെ പ്രശ്നം എനിക്ക് മനസ്സിലാതില്ല. അത് എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലത് സൗഹൃദമായിട്ട് ഇടയ്ക്ക് സംസാരിച്ചെന്ന് വരും. അതിൽ കുഴപ്പമൊന്നുമില്ല. ആ പത്രസമ്മേളനത്തിലെ സൗഹൃദം നമ്മളിങ്ങനെ ആകെ ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. സൗഹൃദമായിട്ട് പരിഹരിച്ചല്ലോ. പരിഹരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ അതിനെ കൂട്ടിക്കൊടുത്ത് കാണണ്ട. അത് അതിന്റെ ഭാഗമായിട്ടൊന്നും പറഞ്ഞതല്ല. അദ്ദേഹത്തിന് ഒരു അജണ്ട ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞത് തന്നെയാണ്. ആയിക്കോട്ടെ. എനിക്കതിൽ വേറെ വിശദീകരണം ഇല്ല. പറഞ്ഞല്ലോ പ്രശ്നം. നിങ്ങളിനി എത്ര നിർബന്ധിച്ച് ചോദിച്ചു കഴിഞ്ഞാലും അതെ, കൺവീനർ ഒരു മോശമാണെന്ന് കണക്കായിക്കൊള്ളിയുണ്ട്. കൺവീനറോട് ചോദിച്ചിട്ട് മറുപടി പറയുന്നില്ല, അത് കൺവീനർ ഒരു മോശമായിട്ട് കണക്കായിക്കോ? തീർന്നല്ലോ പ്രശ്നം. ഞാനത് അഡ്മിറ്റ് ചെയ്തല്ലോ. അങ്ങനെ നിങ്ങൾ മെനക്കെടരുത്. അല്ല, നിങ്ങൾക്ക് അതിനുണ്ട്. നമുക്കറിയാം, നമുക്ക് ഓരോരോ പത്രത്തിലും ഓരോരോ അജണ്ടയുണ്ട്, ഓരോരോ വിഷയത്തിലും. നിങ്ങളത് നടപ്പിലാക്കാൻ ബാധ്യസ്ഥരുമാണ്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കാം. നമ്മളൊക്കെ ഒരു സാധാരണ മനുഷ്യരല്ലേ. ഇതൊക്കെ കണ്ടും കേട്ടുമൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ചെറിയ കഴിവൊക്കെ ഉണ്ട്, നിങ്ങൾ മനസ്സിലായിക്കോളി. പക്ഷെ എന്നിട്ട് എന്നെ പത്രസമ്മേളനത്തിൽ വന്ന് ഞാൻ സംസാരിച്ചതിന് എന്നെ ചോദ്യം ചെയ്ത് എന്നെ ശരിപ്പെടുത്തിക്കളിയെന്ന് അങ്ങനെ കണക്കാക്കരുത്. ഞാൻ വിട്ട് വാർത്താ സമ്മേളനത്തിൽ ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. വാർത്താ സമ്മേളനം ഞാൻ ഇന്നൊന്നല്ലല്ലോ, ഞാൻ കുറെ അല്ലോ നിങ്ങളെ വാർത്താ സമ്മേളനത്തിൽ വരുന്നത്. ഞാൻ മറുപടി പറയാറില്ലേ? ഞാൻ നിങ്ങളോട് സംസാരിക്കാറില്ലേ? വാർത്താ സമ്മേളനത്തിൽ വന്നിട്ട് ചോദ്യം ചോദിക്കാൻ അനുവദിക്കാത്ത ഒരു കാര്യം നിലപാട് ഞാൻ സ്വീകരിച്ചിട്ടുണ്ടോ? വേണ്ടാന്ന് ഞാൻ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ നിങ്ങളുടെ മുമ്പിൽ? പിന്നെ എന്തിനാ എന്നെങ്ങനെ ഒരു വേറെ രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്ന നിലപാട് നിങ്ങൾ സ്വീകരിക്കുന്നതിനാ? പേഴ്സണലല്ല നിങ്ങൾ പറഞ്ഞല്ലോ. അല്ല, പേഴ്സണലാണെന്ന് ഞാൻ പറഞ്ഞപ്പോ ചിലത് പേഴ്സണലായിട്ട് നമ്മൾ സംസാരിക്കേണ്ടി വരും. ഞാൻ ദയവ് ചെയ്തിട്ട് എനിക്ക് ഈ പറയുന്നതിന്റെ അപ്പുറത്തൊന്നും പറയാനില്ല. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോ. ആര് സ്വാഭാവികമായിട്ടും വൈകിന്ന് വരുന്നു പറഞ്ഞു? ആര്? അതിനെന്താ? അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിന്റെ കാര്യമല്ലേ? അത് നിങ്ങളല്ല, അത് നിങ്ങൾ ആലോചിക്കണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്താണ് LDFന്റെ യോഗം ചേരാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെന്താ മറുപടി പറയേണ്ടത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിന്റെ യോഗം ചേരാത്തല്ലോ നിങ്ങൾ ചോദിച്ച ചോദ്യം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിന്റെ യോഗം എപ്പോ ചേരണം, എപ്പോൾ ചേരണ്ട എന്നൊക്കെ തീരുമാനിക്കുക ആ മുന്നണിയിലെ പാർട്ടികളാണ്. പരസ്പരം ആലോചിച്ചിട്ടാണ്. ചിലപ്പോൾ നീണ്ടുപോയി വരും, ചിലപ്പോൾ പെട്ടെന്ന് ചേർന്നും വരും. ഇത് സാധാരണ നിലയിൽ ചെയ്യുന്നതാണ്. അതൊക്കെ നിങ്ങളിങ്ങനെ ഒരു വിഷയമായിട്ട് എടുക്കുന്നതിനാ? അതിനെ കൊണ്ട് ഏതെങ്കിലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഈ കടലിൽ പോയ ആളുകളെ തിരിച്ചു എടുക്കാൻ കഴിയാതിരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗം ചേരാതിരുന്നിട്ടാണോ? അവർക്ക് റേഷനറി കിട്ടാത്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗം ചേരാത്തത് കൊണ്ടാണോ? ഞാൻ പറയും, സർക്കാരിന്റെ വീഴ്ചകളെ പറ്റി താല്പര്യമുള്ള ഒരാളല്ലോ നിങ്ങള്.
ആ. അവർക്കുണ്ടായിരുന്നു, ജനങ്ങളെ അത് ബാധിച്ചിരുന്നു, അതൊക്കെ കഴിയുകയും ചെയ്തു. അങ്ങനെ നിരവധി വിഷയങ്ങൾ പഴയ അന്ന് കഴിഞ്ഞിട്ടില്ല. എവിടെ കഴിഞ്ഞിരിക്കുന്നു? കഴിഞ്ഞിട്ടുണ്ടോ? അതെ, സ്പോണ്ടാനിയസ് ഒന്നല്ല. നിങ്ങൾ അങ്ങനെ ധരിക്കണ്ട. പവർ കട്ടിന്റെ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. പവർ കട്ടിന്റെ പ്രശ്നം അവസാനിച്ചിട്ടില്ല. പവർ കട്ടിന് എങ്ങനെയാ പവർ കട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞു എന്നുള്ളത് നിങ്ങളെ ആഗ്രഹമായിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹിക്കുകയും ചെയ്യും, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ പവർ കട്ടിന്റെ ദുരിതങ്ങളെല്ലാം അവസാനിച്ചു എന്നുള്ളത് നിങ്ങൾ കണക്കാക്കണ്ട. നമ്മളൊക്കെ തൊഴിലാളി മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. നിരവധി വ്യവസായശാലകൾ. അത് നിങ്ങൾ ആലോചിച്ച് പറയണ്ട, ഇങ്ങോട്ട് പറഞ്ഞോ. അല്ല, ഈ സത്യപ്രതിജ്ഞയിലെ വന്ദേമാതരം വിഷയം ഉൾപ്പെടെ അതുണ്ടായത് ഏത് കാലത്ത് നമുക്കറിയാം. മെയ് പകുതിയാണ്. അന്ന് അത് മുതലുള്ള കാര്യങ്ങൾ ഇപ്പോഴാണ് അങ്ങ് പറയുന്നത്. 3 മാസം ഇല്ല, ഞാൻ നേരത്തെ എല്ലാം സ്വാഭാവികമായ ചോദ്യമല്ലേ, ഇത്രയും വൈകിയാണോ? എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ BJPയുമായിട്ടുള്ള ബന്ധത്തിന്റെ പ്രശ്നങ്ങളാണ് ഇതെല്ലാം. അത് ചിലപ്പോൾ 3 മാസം മുമ്പുള്ളതായിരിക്കും, ചിലപ്പോൾ 6 മാസം മുമ്പുള്ളതായിരിക്കും. അതിങ്ങനെ തുടർച്ചയായിട്ടുള്ള ഒരു ചെയിനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ പ്രശ്നം പറയണ്ടേ? അതുകൊണ്ടാണ് ആ പ്രശ്നം പറഞ്ഞത്. അതുകൊണ്ട് ആ പ്രശ്നം അതിനെ ഞാൻ ആവർത്തിച്ചെന്ന് വരും. ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങൾ അടുത്ത പത്രസമ്മേളനത്തിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞെന്ന് വരും. നിങ്ങൾക്ക് എതിർക്കുകയും ചെയ്യാം, നിങ്ങൾക്ക് വിമർശിക്കുകയും ചെയ്യാം. ഞാനത് കേൾക്കാനും ബാധ്യസ്ഥനാണ്. അതിലൊന്നും എതിർപ്പൊന്നുമില്ല. വേറൊരു ടോൺ വെച്ച് എന്നോട് സംസാരിച്ചുകൊണ്ടാണ് ഞാൻ ലേശം ഇപ്പൊ പറയേണ്ടി വന്നത്. എന്നാലും അവസാനിപ്പിക്കല്ലേ? ശരി.